തിരുവനന്തപുരത്ത് നിന്നും GM ന്യൂസ് രാത്രി വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഐശ്വര്യ ബാബു. വാർത്തകളുടെ ഹെഡ്ലൈൻസ് കേൾക്കാം. ഇന്ത്യയിൽ 1,39,000 വർഷം പഴക്കമുള്ള ശിലായുധങ്ങൾ കണ്ടെത്തി. ആധുനിക മനുഷ്യൻ വരുന്നതിനു മുന്നേ ഈ ആയുധങ്ങൾ ആരുണ്ടാക്കി? ഞെട്ടലിൽ ലോകം. സുനിത വില്യംസിനെ ബഹിരാകാശത്ത് ഉപേക്ഷിച്ച് സ്റ്റാർ ലൈനർ പേടകം മടക്കയാത്ര തുടങ്ങി. IPC വെമ്പായം ഹെബ്രോൺ PYPA സെമിനാർ 13-ന്. IPC കേരള സ്റ്റേറ്റ് കൺവെൻഷൻ 2024 കണ്ണൂർ ജില്ലാ അനുഗ്രഹ ഉപവാസ പ്രാർത്ഥന നടന്നു. പ്രശസ്ത ഫ്ലൂട്ടിസ്റ്റ് പുല്ലാങ്കുഴൽ വിദഗ്ധൻ ജിജിൻ രാജ് 36 എഫ്രൈം അക്കരനാട്ടിൽ സംസ്കാരം സെപ്റ്റംബർ 11 ബുധനാഴ്ച കളമശ്ശേരിയിൽ. വാർത്തകൾ വിശദമായി കേൾക്കാം. ആന്ധ്രാപ്രദേശ്. ഇന്ത്യൻ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശത്തിൽ നിന്ന് 1,39,000 വർഷം പഴക്കമുള്ള ശിലായുധങ്ങൾ കണ്ടെത്തിയതായി പുരാവസ്തു ഗവേഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ്. ആധുനിക മനുഷ്യർ ഈ പ്രദേശത്തേക്ക് പോലും എത്തിയിട്ടില്ലാത്ത ഈ സമയത്ത് സങ്കീർണമായ ഉപകരണം നിർമ്മിക്കപ്പെട്ടത് എങ്ങനെ എന്ന ചോദ്യമാണ് അവരെ കുഴയ്ക്കുന്നത്. ഉപകരണങ്ങളുടെ കാലപ്പഴക്കം മനസ്സിലാക്കുവാനുള്ള കാർബൺ ഡേറ്റിംഗ് നടത്തിയപ്പോഴാണ് ഏതാണ്ട് 1.5 ലക്ഷം വർഷം പഴക്കം ഇവയ്ക്കുണ്ടെന്ന് മനസ്സിലായത്. ശിലായുധങ്ങൾ ആരാണ് നിർമ്മിച്ചതെന്ന് വ്യക്തമല്ല. എന്നാൽ ഇത് ആധുനിക മനുഷ്യരാണെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നില്ലെന്ന് ദ ടെലിഗ്രാഫ് റിപ്പോർട്ടർ ചെയ്തു. 60,000-നും 70,000-നും ഇടയിൽ വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ നിന്ന് ഹോമോസാപ്പിയൻസ് അഥവാ ആധുനിക മനുഷ്യർ മറ്റു പ്രദേശങ്ങളിലേക്ക് കുടിയേറിയതായിട്ടാണ് ശാസ്ത്രം നിലവിൽ വിശ്വസിക്കുന്നത്. നമ്മളെല്ലാവരും ആധുനിക മനുഷ്യൻ അഥവാ ഹോമിയോസാപ്പിയൻസിൻ്റെ പിൻഗാമികൾ ആയാണ് കരുതപ്പെടുന്നത്. ആധുനിക മനുഷ്യർക്ക് മാത്രമേ അത്തരം ഉപകരണങ്ങൾ നിർമ്മിക്കാൻ കഴിയൂ എന്നാണ് അനുമാനിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ പ്രകാശം ജില്ലയിലെ റേത്തലപ്പള്ളി എന്ന ഗ്രാമത്തിനടുത്തുള്ള ഒരു ഉത്ഖനനത്തിൽ മധ്യ പാലിയോത്തിലിക് എന്ന് വിളിക്കപ്പെടുന്ന ശിലായുധങ്ങൾ കണ്ടെത്തുന്നത് ഗവേഷകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. വംശനാശം സംഭവിച്ച ചില പ്രാചീന മനുഷ്യവർഗങ്ങൾക്കും ഉപകരണ നിർമ്മാണ കല അറിയാമായിരുന്നു എന്നാണ് വിദഗ്ധർ ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഇന്ത്യൻ ജർമ്മൻ ശാസ്ത്രജ്ഞരുടെ ഒരു സംഘം പ്ലൗസോൺ ജേണലിലാണ് ഈ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയും തിരികെ എത്തിക്കാനാകാതെ ബോയിങ്ങിൻ്റെ ബഹിരാകാശ പേടകം സ്റ്റാർ ലൈനർ മടക്കയാത്ര തുടങ്ങി. ഇന്ത്യൻ സമയം പുലർച്ചെ 3:35-നാണ് പേടകം ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചത്. 9:30 പേടകം ഭൂമിയിൽ ഇറക്കാനാണ് നാസയുടെ ശ്രമം. ചെറിയൊരു ദൗത്യവുമായാണ് സുനിത വില്യംസ്, ബുഷ് വിൽമോർ എന്നിവർ ജൂൺ 7-ന് ബഹിരാകാശ നിലയത്തിൽ എത്തിയത്. ജൂൺ 13-ന് മടങ്ങാനായിരുന്നു തീരുമാനം. എന്നാൽ വിക്ഷേപണ സമയത്ത് തന്നെ പേടകത്തിലുണ്ടായിരുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ വില്ലനായി. ആദ്യം താപനില നിയന്ത്രിക്കുന്ന സംവിധാനത്തിലെ ഹീലിയം ചോർച്ചയാണ് റിപ്പോർട്ട് ചെയ്തത്. പിന്നാലെ ദിശ നിയന്ത്രിക്കുന്നതിനുള്ള 28 ത്രസ്റ്ററുകളിൽ 5 എണ്ണത്തിൽ തകരാർ കണ്ടെത്തി. ഇതോടെ യാത്രികർ ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങി. അന്നു മുതൽ പേടകത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് നടന്നിരുന്നത്. കേടായ ത്രസ്റ്ററുകളിലെ 4 എണ്ണത്തിൻ്റെ തകരാർ പരിഹരിച്ചതായി ബോയിങ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ നാസ ഇതിൽ തൃപ്തരായില്ല. പൂർണ്ണമായും സാങ്കേതിക തകരാർ പരിഹരിക്കാത്ത സ്റ്റാർ ലൈനർ പേടകത്തിൻ്റെ ഭൂമിയിലേക്കുള്ള പ്രവേശനം പരാജയപ്പെട്ടാൽ 96 മണിക്കൂർ നേരത്തേക്ക് മാത്രമുള്ള ഓക്സിജനുമായി യാത്രികർ കുടുങ്ങിപ്പോകും. അതോടൊപ്പം പേടകത്തിലെ താപവാചകം പരാജയപ്പെടാനും സാധ്യതയുണ്ട്. ഇത് പേടകത്തിനുള്ളിലെ താപനില വലിയ രീതിയിൽ വർദ്ധിക്കാൻ കാരണമാകും. ഇക്കാര്യങ്ങൾ ഒന്ന് കണക്കിലെടുത്ത് സ്റ്റാർ ലൈനർ ഒഴിവാക്കി മറ്റ് വഴികൾ സ്വീകരിക്കാൻ നാസ തീരുമാനിച്ചു. ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് ക്രൂ 9 മിഷന്റെ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റിൽ ഇരുവരെയും തിരികെ എത്തിക്കാനാണ് നിലവിൽ തീരുമാനം. എന്നാൽ ഈ ദൗത്യം അടുത്ത വർഷം ഫെബ്രുവരിയിലേ നടക്കൂ. അതോടെ 7 ദിവസത്തേക്ക് മാത്രം നിശ്ചയിച്ച ദൗത്യം 8 മാസത്തോളം നീളുന്ന സ്ഥിതിയിലാണ്. സ്റ്റാർ ലൈനർ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനുള്ള ബോയിങ്ങിനും ഏറെ പ്രാധാന്യമുള്ള ദൗത്യമാണ്. അല്ലെങ്കിൽ ബഹിരാകാശ രംഗത്തെ കമ്പനിയുടെ വിശ്വസ്തതയെ ബാധിക്കുന്ന ഒന്നായി പരാജയം മാറും. IPC വെമ്പായം ഹെബ്രോൺ സഭ PYPA ആഭിമുഖ്യത്തിൽ യൂത്ത് സെമിനാർ 2024 സെപ്റ്റംബർ 13 വെള്ളിയാഴ്ച വൈകിട്ട് 4:30-ന് IPC വെമ്പായം ഹെബ്രോൺ സഭ ഹാളിൽ വെച്ച് നടക്കും. പാസ്റ്റർ ബിൻസൺ K. ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കുന്ന സെമിനാറിൽ IPC തിരുവനന്തപുരം ഈസ്റ്റ് സെൻറ്റർ ശുശ്രൂഷകനും പ്രശസ്ത വേദ അധ്യാപകനുമായ ഡോക്ടർ റവറൻഡ് സൈമൺ ചാക്കോ AE യുവജനങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കും. ഈ കാലഘട്ടത്തിൽ യുവജനങ്ങളുടെ ആത്മീക വർധനയും
ക്രിസ്തുവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് സെമിനാറിൻ്റെ ലക്ഷ്യം. ക്രിസ്ത്യൻ സിംഗേഴ്സ് ഗാന ശുശ്രൂഷ നടത്തും. ബ്രദർ ജെൽസൺ ജെ ജോർജ്, ബ്രദർ ബെന്നി ജോസ്, സിസ്റ്റർ പ്രിയ ആനന്ദ് എന്നിവർ നേതൃത്വം നൽകും. IPC കേരള സ്റ്റേറ്റ് കൺവെൻഷൻ 2024 അനുഗ്രഹ ഉപവാസ പ്രാർത്ഥന നിലമ്പൂർ പാലുണ്ടയിൽ വെച്ച് നടക്കുന്ന IPC കേരള സ്റ്റേറ്റ് കൺവെൻഷന്റെ അനുഗ്രഹത്തിനായുള്ള കണ്ണൂർ ജില്ലയിലെ ഉപവാസ പ്രാർത്ഥന ശനിയാഴ്ച കൺവെൻഷൻ പ്രയർ കൺവീനറായ പാസ്റ്റർ VT അന്ത്രയൂസിന്റെ അധ്യക്ഷതയിൽ പെരിങ്ങോം സഭയിൽ വെച്ച് നടന്നു. ഉദ്ഘാടനം കണ്ണൂർ സെൻട്രൽ മിനിസ്റ്റർ പാസ്റ്റർ PJ ജോസ് നിർവഹിച്ചു. കൂത്തുപറമ്പ് സെൻട്രൽ മിനിസ്റ്റർ പാസ്റ്റർ KL വർഗീസ് അനുഗ്രഹീതമായ മെസ്സേജുകൾ നൽകുകയും IPC കേരള സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ ബ്രദർ തോമസ് ജേക്കബ് കണ്ണൂർ ആശംസകൾ അറിയിക്കുകയും ചെയ്തു. കണ്ണൂർ സെൻട്രൽ സെക്രട്ടറി പാസ്റ്റർ ഷെറിൻ തോമസ് സ്വാഗതം, പാസ്റ്റർ ജോൺ V ജേക്കബ് നന്ദിയും അറിയിച്ചു. എറണാകുളം മലയാള ക്രൈസ്തവ സംഗീത ലോകത്തെ പ്രശസ്ത ഫ്ലൂട്ടിസ്റ്റ് പുല്ലാങ്കുഴൽ വിദഗ്ധൻ ജിജിൻ രാജ് 36 എഫ്രൈം ഹൃദയാഘാതത്തെ തുടർന്ന് നിത്യതയിൽ ചേർക്കപ്പെട്ടു. തിരുവനന്തപുരം മംഗലാപുരം സ്വദേശിയാണ്. ഗാനരചയിതാവും വർഷിപ്പ് ലീഡറുമായ പാസ്റ്റർ സാമുവേൽ വിൽസനാണ് ജിജിൻ്റെ വിശ്വസ്തതയിലേക്ക് നയിച്ചത്. സെക്കുലർ സംഗീത രംഗത്ത് യേശുദാസ്, ചിത്ര, ശ്രീനിവാസ്, ബാലസുബ്രഹ്മണ്യം തുടങ്ങിയ മുൻനിര സംഗീതജ്ഞരോടൊപ്പം പ്രവർത്തിച്ച താൻ പിന്നീട് ദൈവവിളി കേട്ട് ക്രൈസ്തവ സംഗീത ലോകത്തേക്ക് പൂർണ്ണമായും പ്രവർത്തിക്കുകയായിരുന്നു. തുടർന്ന് പാസ്റ്റർ ടിജോ തോമസിനോടൊപ്പം എറണാകുളത്ത് ശുശ്രൂഷകളിൽ ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. ഇമ്മാനുവേൽ ഹെൻറിയോടൊപ്പം സെലസ് ബാൻഡിൽ പ്രവർത്തിക്കുകയും വിവിധ രാജ്യങ്ങളിൽ സംഗീത പ്രോഗ്രാമുകളിലേക്ക് അവതരിപ്പിച്ചിട്ടുമുണ്ട്. ഇന്നലെ ആരാധനയ്ക്ക് ശേഷം ശാരീരിക അസ്വസ്ഥത ഉണ്ടാവുകയും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുകയുമായിരുന്നു. ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവനന്തപുരം ആറ്റിങ്ങൽ കുന്നുവിള മംഗലപുരം LJ ഭവനിൽ ജെയിൻ രാജ് തമ്പി ലീല ജെയിൻ രാജ് ദമ്പതികളുടെ മകനാണ്. ഭാര്യ ബ്ലസി ജിജിൻ. വാർത്തകൾ ചുരുക്കത്തിൽ. ഇന്ത്യയിൽ 1,39,000 വർഷം പഴക്കമുള്ള ശിലായുധങ്ങൾ കണ്ടെത്തി. ആധുനിക മനുഷ്യൻ വരുന്നതിനു മുന്നേ ഈ ആയുധങ്ങൾ ആരുണ്ടാക്കി? ഞെട്ടലിൽ ലോകം. സുനിത വില്യംസിനെ ബഹിരാകാശത്ത് ഉപേക്ഷിച്ച് സ്റ്റാർലൈനർ പേടകം മടക്കയാത്ര തുടങ്ങി. IPC വെമ്പയം ഹെബ്രോൺ PYPA സെമിനാർ 13. IPC കേരള സ്റ്റേറ്റ് കൺവെൻഷൻ 2024 കണ്ണൂർ ജില്ലാ അനുഗ്രഹ ഉപവാസ പ്രാർത്ഥന നടന്നു. പ്രശസ്ത ഫ്ലൂട്ടിസ്റ്റ് പുല്ലാങ്കുഴൽ വിദഗ്ധൻ ജിജിൻ രാജ് 36 വയസ്സ് എഫ്രൈം അക്കരനാട്ടിൽ. സംസ്കാരം സെപ്റ്റംബർ 11 ബുധനാഴ്ച കളമശ്ശേരിയിൽ. ഇന്നത്തെ രാത്രി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. വീണ്ടും വരാം. നന്ദി.